കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ പാണ്ഡിത്യം തെളിയിച്ച ഒരുപാട് പ്രതിഭകളുടെ സമ്മേളന സ്ഥലമായിട്ടുള്ള ഇവിടെ മാനവരാശിയുടെ അനശ്വര പൈതൃകമായിട്ട് കൂടിയാട്ടത്തെ ലോകമൊക്കെ വാഴ്ത്തപ്പെടുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ വരാൻ നിങ്ങളുടെ മുന്നിൽ കൂടിയാട്ടത്തെ പരിചയപ്പെടുത്താനുള്ള അവസരം ലഭിച്ചതിന് അല്ലെങ്കിൽ ഉണ്ടാക്കി തന്നതിന് ആദ്യമേ നന്ദി പറയും. നമുക്കറിയാം കേരളത്തിൻ്റെ ക്ലാസിക്കൽ കലകളുടെ ചരിത്രവും കേരളത്തിൻ്റെ ക്ലാസിക്കൽ കലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളെക്കുറിച്ചുമൊക്കെ പുതിയ തലമുറയ്ക്ക് ഒരു പക്ഷേ ഇത് അന്യമാകും. നിങ്ങൾ പഠിക്കുന്ന പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും മലയാള ഭാഷയും സംസ്കൃത ഭാഷയും ഒക്കെ തന്നെ ഇംഗ്ലീഷിൽ പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ മലയാളം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമാവും എന്നുള്ള ഒരു തിരിച്ചറിവും എനിക്കുണ്ട്. പക്ഷേ മലയാളം സംസാരിക്കുക, നമ്മുടെ മാതൃഭാഷ സംസാരിക്കുക എന്നുള്ളത് ഒരു കലാകാരൻ എന്ന രീതിയിൽ ആ ഭാഷയെ പരിപോഷിപ്പിക്കുക എന്നുള്ളത് ഒരു മലയാളി എന്ന രീതിയിലുള്ള കടമയും കൊണ്ട് മാത്രമാണ് എൻ്റെ ഈ പ്രഭാഷണത്തിൽ അല്ലെങ്കിൽ ഈ കൂടിയാട്ടം എന്ന് പറയുന്ന കലാരൂപത്തെ പരിചയപ്പെടുത്തുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ മലയാള ഭാഷ ഉപയോഗിക്കുന്നത് ആദ്യമേ പറയട്ടെ. നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു വലിയ ക്ലാസിക്കൽ പാരമ്പര്യം കേരളത്തിലുണ്ട്. ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്ന ഈ ക്ലാസിക്കൽ പാരമ്പര്യം നേരത്തെ ഈ പ്രഭാഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ പരിചയപ്പെടുത്തുന്ന സന്ദർഭത്തിൽ പറഞ്ഞതുപോലെ മാനവരാശിയുടെ അനശ്വര പൈതൃകമായിട്ട് യുനെസ്കോ അംഗീകരിക്കപ്പെട്ടത് 2004. ഒരുപക്ഷെ മലയാളി അറിയുന്നതും പുതിയ തലമുറ അറിയാൻ ആഗ്രഹിക്കുന്നതും ഒരുപക്ഷെ ഇവിടെ പോലും ഇത് കാണിക്കാനും ആസ്വദിക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതൊക്കെ ഇതിന്റെ പശ്ചാത്തലത്തിൽ യുനെസ്കോയെ പോലുള്ള വലിയ ലോക സംഘടനകളുടെ അംഗീകാരമായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ മഹത്തായ കേരളത്തിന്റെ സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ക്ലാസിക്കൽ പാരമ്പര്യത്തെക്കുറിച്ച് കൂടിയാട്ടം, കഥകളി, രാമനാട്ടം, കൃഷ്ണനാട്ടം, മോഹിനിയാട്ടം കേരളത്തിൻ്റെതല്ലെങ്കിൽ പോലും കേരളീയർ ധാരാളം പഠിക്കുകയും അഭ്യസിക്കുകയും ചെയ്യുന്ന തമിഴ്നാടിൻ്റെ കലയായിട്ടുള്ള ഭരതനാട്യം, ആന്ധ്രാപ്രദേശിൻ്റെ കുച്ചിപ്പുടി എന്നിങ്ങനെ വിഭവസമൃദ്ധമായ വളരെ വളരെ വലിയ ഒരു ശൃംഖലയുള്ള ഒരു സാംസ്കാരിക പശ്ചാത്തലമാണ് നമുക്കുള്ളത്. അത് കൂടിയാട്ടത്തെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ സംസ്കൃത നാടകങ്ങളുടെ രൂപങ്ങളുടെ അഭിനയമാണ് കൂടിയാട്ടം. സംസ്കൃത നാടകങ്ങൾ നടൻ തന്നെ ശ്ലോകം ചൊല്ലുകയും ശ്ലോകം ചൊല്ലി വിസ്തരിച്ച് അർത്ഥം അഭിനയിക്കുക. ഈ അഭിനയിക്കുന്ന അർത്ഥം തന്നെ ചെറിയൊരു അർത്ഥമാണെങ്കിൽ പോലും ആ ശ്ലോകത്തിന്റെ ചെറിയൊരു ഭാഗം എടുത്ത് അതിനെ വിസ്തരിച്ച് അഭിനയിക്കുക. വിസ്തരിച്ച് അഭിനയിക്കുക പറയുമ്പോൾ ഒരു നടന്റെ വൈദഗ്ധ്യം എത്രമാത്രം ഉണ്ട് എന്ന് ആ സംസ്കൃത പദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ അഭിനയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി, അഭിനയ സങ്കേതത്തിൽ ഉൾപ്പെടുത്തി വളരെ വിസ്തരിച്ച് അഭിനയിക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഇവിടെ അനുവദിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 18 മിനിറ്റാണ്. ഒരു കൂടിയാട്ടത്തെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് 18 മിനിറ്റിൽ അസാധ്യമാണ് എന്നതുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കുക. എങ്കിലും കിട്ടിയ അവസരത്തിൽ ഇതിൻ്റെ ഒരു പ്രയോക്താവ് എന്ന രീതിയിൽ കൂടിയാട്ടത്തെ പരിമിതമായ സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പരിചയപ്പെടുത്തുക എന്നെ കടമയായതുകൊണ്ട് കൂടിയാട്ടത്തിന്റെ അഭിനയ പദ്ധതി 4 വിധത്തിലാണ്. ആംഗികാഭിനയം, വാചികാഭിനയം, സാത്വികാഭിനയം, ആഹാരാഭിനയം. ആംഗികം എന്ന് പറഞ്ഞാൽ ഹസ്തലക്ഷണ ദീപികയിൽ
വാക്കുണ്ടാകുന്നു, വാചകമുണ്ടാകുന്നു, അർത്ഥമുണ്ടാകുന്നു. ഇങ്ങനെ 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 നീണ്ടുപോകുന്ന ഈ മലയാള ഭാഷയുടെയും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയുടെയും ഒക്കെ അക്ഷരമാലയുടെ അതേ പരിഗണനയാണ്, അതേ പദ്ധതിയാണ് കൂടിയാട്ടത്തിന്റെ മുദ്രകൾക്ക് ഉള്ളത്. അങ്ങനെയുള്ള കൈമുദ്രകളെ കൊണ്ടുള്ള അഭിനയമാണ് ആംഗികാഭിനയം. വാചികാഭിനയം എന്ന് പറയുന്നത് വാക്കുകളെ കൊണ്ടുള്ള അഭിനയം. നേരത്തെ ഞാൻ പറഞ്ഞ ഈ ശ്ലോകം ചൊല്ലുന്നത് വേദത്തിന്റെ സ്വരിക്കലുമായി വളരെ അടുത്ത ബന്ധമുള്ള ഈ നടൻ തന്നെ ശ്ലോകം ചൊല്ലുന്നു. ഈ ശ്ലോകം ചൊല്ലുന്നതിനാണ് വാചികാഭിനയം എന്ന് പറയുന്നത്. പിന്നെ സാത്വികാഭിനയം. സാത്വികാഭിനയം എന്ന് പറഞ്ഞാൽ മനസ്സിൽ, സത്വം എന്ന് പറഞ്ഞാൽ മനസ്സാണ്. ഈ മനസ്സിൽ നിന്നും ഉണ്ടാകുന്ന അഭിനയമാണ് സാത്വികാഭിനയം. അത് പ്രസിദ്ധമായിട്ടുള്ള നവരസങ്ങളെല്ലാം സാത്വികാഭിനയത്തിന്റെ പദ്ധതിയിൽപ്പെടുന്നതാണ്. പിന്നെ ആഹാര്യാഭിനയം, കോസ്റ്റ്യൂംസ്, വേഷഭൂഷാദികളെ കൊണ്ടുള്ള അഭിനയമാണ് ആഹാര്യാഭിനയം. ഈ 4 പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കൂടിയാട്ടത്തിന്റെ അഭിനയ പദ്ധതി. വാചികത്തിൽ തന്നെ സംസ്കൃതവും മലയാളവും പ്രാകൃതവും പറയുന്ന അല്ലെങ്കിൽ വാചികാഭിനയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളും കൂടിയാട്ടത്തിലുണ്ട്. അപ്പോൾ നവരസങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഒരു രസം അഭിനയിക്കുന്നത്? ഈ രസം ശരിക്കും നവരസങ്ങൾ 9ആണ്. ഈ 9 രസങ്ങൾ നമുക്കിവിടെ അവതരിപ്പിച്ച് കാണിക്കണമെങ്കിൽ അതിന് സമയം, ഓരോ രസത്തിൽ നിന്നും മറ്റൊരു രസത്തിലേക്ക് നടന്റെ പകർച്ചയ്ക്ക് സമയമെടുക്കും. ഈ സമയം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ അനുവദനീയമായ സമയമല്ല. അപ്പോൾ നവരസങ്ങളിൽ തന്നെ പ്രധാനമായിട്ടുള്ള, ഞാൻ പ്രധാനമെന്ന് വിശ്വസിക്കുന്ന 3 രസങ്ങളാണ് ഞാനിവിടെ പ്രാക്ടിക്കലായിട്ട് കാണിക്കാൻ ശ്രമിക്കുന്നത്. അതിലൊന്ന് രൗദ്രം അഥവാ ക്രോധം, ഭയാനകം അഥവാ പേടി, ദുഃഖം അഥവാ കരുണം. അതിനുശേഷം എങ്ങനെയാണ് അഭിനയം എന്ന് പറയുന്നത് കൂടിയാട്ടത്തിൽ എങ്ങനെ ഉണ്ടാവുന്നു എന്ന ചെറിയ ഒരു രൂപത്തിലുള്ള കാര്യമാണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് തന്നെ പരിമിതിയുണ്ട്. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന മുഖ്യ വാദ്യോപകരണം മിഴാവാണ്. ഒരു നടൻ മുദ്ര കാണിക്കുമ്പോൾ, ഒരു പൂ വിരിയുന്നത് കാണിക്കുമ്പോൾ, സൂര്യൻ ഉദിക്കുന്നത് കാണിക്കുമ്പോൾ, തീ കത്തുന്നത് കാണിക്കുമ്പോൾ, തീ എന്ന് പറയുന്നത് കത്തിപ്പടർന്നത് കാണിക്കുമ്പോൾ, യുദ്ധം എന്ന് പറയുന്നതിന്റെ തീവ്രതയും തീക്ഷ്ണതയും അഭിനയിക്കുമ്പോൾ, ദുഃഖം എന്ന് പറയുന്ന നമ്മുടെ അഗാധമായിട്ടുള്ള മനസ്സിന്റെ പശ്ചാത്താപമോ മനസ്സിന്റെ സങ്കടമോ ഉരുത്തിരിയുമ്പോൾ ഉണ്ടാകും. ഇതെല്ലാം പൂർത്തീകരിക്കുന്നത് ഇതിന്റെ മിഴാവ് കൊട്ടുന്നതിൽ കൂടിയാണ്. അപ്പോൾ ഇവിടെ മിഴാവില്ല, മിഴാവ് കൊട്ടാൻ നമ്പ്യാരില്ല. അതുകൊണ്ട് അഭിനയം കാണിക്കുമ്പോൾ അതിന്റെ ചില സ്വാഭാവികമായ ന്യൂനതകളുണ്ടാകും. ഒന്നാമത് ഇത്തരം വിഷയങ്ങൾ കാണിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഇപ്പോൾ ഏകദേശം 2:15 മണിയാണ്. അപ്പോൾ ശാരീരികമായ ഭക്ഷണം കഴിച്ച ചില പ്രായോഗികമായ പ്രശ്നങ്ങളും ഇതിൽ കാണാം. ഒന്നെങ്കിൽ ഇത് കാലത്ത് ചെയ്യുക, കാലത്ത് മീൻസ് ഒരു 11:30-12 ചെയ്യുക, അല്ലെങ്കിൽ ഒരു 3:30 ശേഷം. ഇതൊക്കെയാണ് നമ്മുടെ മാനസികവും കായികവുമായിട്ടുള്ള ഒരു അധ്വാനവും കൂടി ഇതിൽ ഉള്ളത് കൊണ്ട് നമ്മൾക്ക് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ സമയത്തിന്റെ കാര്യം പറയാൻ പ്രത്യേകിച്ച് ഉണ്ടായ ഒരു സാഹചര്യം. പിന്നെ ഈ കൂടിയാട്ടം എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കലയാണ്. ചാക്യാർ, നമ്പ്യാർ, നങ്ങ്യാർ വിഭാഗക്കാർ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി കേരള കലാമണ്ഡലത്തിലെ പഠനം തുടങ്ങിയതിനു ശേഷം, ശ്രീ പൈമരാമചാക്യാരാശാന്റെ കീഴിൽ പഠനം തുടങ്ങിയതിനു ശേഷം, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇത് പഠിപ്പിക്കാൻ തുടങ്ങിയതിനു ശേഷം സാർവത്രികമായി എല്ലാ മതസ്ഥർക്കും കൂടിയാട്ടം പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഒട്ടനവധി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വിദ്യാലയങ്ങൾ കൂടിയാട്ടം പാരമ്പര്യമായി ട്രഡീഷണലായി പഠിപ്പിക്കുന്ന ഒരുപാട് വിദ്യാലയങ്ങളുണ്ട്. എങ്കിൽ പോലും പുതിയ തലമുറയ്ക്ക് ഇത് അന്യമാണ്. കാരണം ഇപ്പോഴും ഏകദേശം ഒരു 30ഓളം കലാകാരന്മാർ ആണ് ഈ കൂടിയാട്ടം എന്ന് പറയുന്ന ഇതിലുള്ളൂ. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വലിയ വലിയ പുതിയ അറിവുകൾ കണ്ടെത്താനുള്ള നെട്ടോട്ടങ്ങളിൽ പോകുന്ന നിങ്ങളെ പോലെയുള്ള ആളുകൾക്കൊക്കെ കൂടിയാട്ടം എന്ന് പറയുന്ന ഈ വിഷയങ്ങളെക്കുറിച്ചും കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ
നിലനിർത്തുന്നതിനുണ്ടായ സാംസ്കാരിക പശ്ചാത്തലങ്ങളെക്കുറിച്ചുമൊക്കെ ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ, മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൻ്റെ ഇല്ലെങ്കിൽ ഇത് പാരമ്പര്യത്തിലൂടെ പാരമ്പര്യങ്ങൾ സംരക്ഷിച്ച അല്ലെങ്കിൽ കൂത്തമ്പലങ്ങൾ സംരക്ഷിച്ച ഇത്തരത്തിലുള്ള കലാ പശ്ചാത്തലത്തെ നമുക്ക് മറക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ പരിപാടിയുടെ അല്ലെങ്കിൽ ഇങ്ങനെയൊരു അവസരം എനിക്ക് ലഭിച്ചതിന് ഒരിക്കൽ കൂടി ഞാൻ ഇതിൻ്റെ നിങ്ങളോട് അതിൻ്റെ കൃതജ്ഞത അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നേരത്തെ പറഞ്ഞ ഈ അഭിനയ പദ്ധതിയുടെ സാങ്കേതികമായ കുറവുകൾ ഉണ്ടെങ്കിൽ പോലും ഈ 3 അഭിനയ പദ്ധതിയുടെ ഭാഗങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. നമസ്കാരം. ഇവിടെ നവരസങ്ങൾ കാണിക്കുന്നത്, ആദ്യം കാണിക്കുന്നത് ദുഃഖമാണ്, പിന്നെ കാണിക്കുന്നത് രൗദ്രമാണ്, പിന്നെ ഭയാനകമാണ്. അടുത്ത ഭയാനകം. ക്രോധം. ഒമ്പത് രസങ്ങളാണ് നവരസങ്ങളിലുള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പരിമിതികളും, സമയവും അതുപോലെ തന്നെ സാങ്കേതികമായിട്ടുള്ള പരിമിതികൾ ഉള്ളതുകൊണ്ട് ഈ 3 രസങ്ങളെ ഇവിടെ ഞാൻ പ്രകടിപ്പിക്കുന്നത്. ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വണ്ട് വന്ന് ഒരു പൂവിലെ തേൻ കുടിച്ച് അത് ആ മധുവന്മത്തനെ തേൻ കുടിച്ച് മത്ത് പിടിച്ച് പറന്നു പോകുന്ന ഒരു അഭിനയ ഭാഗമാണ് ഇത്. കൂടിയാട്ടത്തിന്റെ പല സന്ദർഭങ്ങളിലും, ഉദ്യാനവർണ്ണന പോലുള്ള പല സന്ദർഭങ്ങളിലും ഇത്തരത്തിലുള്ള അഭിനയ സങ്കേതങ്ങൾ കാണാൻ കഴിയും. അത് എങ്ങനെയാണെന്ന്